കൊച്ചിയിലാണെങ്കിൽ ശരി വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തണമെന്ന് തന്നെ ഡൗട്ടാണ്. സ്പോർട്സ് ഇവൻ്റ് ഒക്കെ നടത്തുക പറയുമ്പോൾ ജസ്റ്റ് ഒരു 6 മാസത്തെ കോഴ്സ് ആകുമ്പോൾ സ്പോർട്സ് ഇവൻ്റ് നടത്താൻ ഞാൻ കേട്ടിട്ടില്ല. ഒരു എന്താ പറയുക കോളേജ് ലൈഫ് തന്നെയായിരുന്നു നമുക്ക് ഒരു 6 മാസം ഒന്നും കിട്ടിയത്. ഡാറ്റ സയൻസ് നമുക്ക് പറയാം ഇത് ലോകം എന്ന് പറയുന്നത് AI ആയിട്ട് മുന്നോട്ട് പോകാണ്. നമ്മൾ ഡാറ്റ സയൻസ് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ പ്രൂഫ് ആവുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോഴിക്കോട് വെച്ചിട്ടൊരു ജോബ് മീറ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ക്യാമറ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ. എക്സ്പീരിയൻസ് അതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിയത്. നമുക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല കൂടെ 6 months എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു കോഴ്സ് മാത്രമല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തത്. ക്ലാസ്സൊക്കെ ഡൗൺ ടു എർത്ത് ഇതിലാണ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് പഠിക്കുക പോവുക അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളിവിടെ 2 മണിക്കൂറായിരുന്നു കോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ മിസ്സുമാർ അവരൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കമ്പനി തന്നെ ആയിരുന്നു. അവിടെ ടെക്നിക്കൽ സൈഡ് അല്ലാതെ നമ്മളെങ്ങനെ സോഫ്റ്റ് സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഇതൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം നമ്മുടെ സോഫ്റ്റ് സ്കില്ലാണ്. നമ്മൾ പറയുമ്പോൾ സ്വയം നമ്മൾ വിൽക്കല്ലേ നമ്മുടെ ഇൻ്റർവ്യൂ സമയത്ത്. അത് നമുക്ക് പ്രത്യേകിച്ച് സഹായിക്കുന്നത് ഈ സോഫ്റ്റ് സ്കില്ലിൻ്റെ ക്ലാസ്സാണ്. പിന്നെ നമ്മുടെ CV നമ്മുടെ റെസ്യൂമെ എങ്ങനെ ബിൽഡ് ചെയ്യണം. ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കും നമുക്കൊരു 3 മോക്ക് കിട്ടുകയാണ്. 3 ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല റിയൽ വേൾഡ് കയറിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി പ്രാക്ടീസ് ആവാണ്. കോഴ്സ് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കോൾ വരുന്നത്. ഇവിടെ തന്നെ ക്യാമറ ഇന്നോവേറ്റിൽ എഞ്ചിനീയർ ഇന്റേൺ കൊണ്ടൊരു പൊസിഷൻ ഓപ്പൺ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടോ വെച്ചിട്ട്. പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോബ് കിട്ടാൻ പറഞ്ഞത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക്. ഭാഗ്യത്തിന് കോഴ്സ് കഴിഞ്ഞ വശം കോഴ്സ് കഴിഞ്ഞേക്കാൻ മുമ്പ് തന്നെ ഞാൻ പ്ലേസ്ഡ് ആവാൻ പറ്റി.